സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേർന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചടിയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരിച്ചടിയായി അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറയുന്ന സമ്മതിക്കുന്ന റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി വി ജോയി അവതരിപ്പിച്ചത്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് ഈ രൂക്ഷമായ വിമർശനം ഉണ്ടായത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിക്കുന്നിടത്താണ് കുഴപ്പം. ഭരണം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും, പാർട്ടി മാറി നിൽക്കാമെന്ന് വിചാരിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇതെന്നാണ് വിമർശിച്ചത്. ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനുമായി കാറിലെത്തിയതും തിരിച്ചടിയായി എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയതയാണ് കോർപ്പറേഷൻ ഭരണം അടക്കം നഷ്ടപ്പെടാൻ കാരണമെന്ന് ഇപ്പോൾ കൌൺസിലറായി വിജയിച്ച SP ദീപക് വിമർശിച്ചു. ജില്ലയിൽ 3 ജില്ലാ സെക്രട്ടറിമാരാണ്. വി ജോയിയെ കൂടാതെ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴും ജില്ലാ സെക്രട്ടറിമാരായെന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു SP ദീപകിന്റെ വിമർശനം. കരമനഹരിയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാത്തതാണ് തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു. മേയർക്കെതിരെ മുൻ മേയർ VK പ്രശാന്ത് MLAയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആര്യ രാജേന്ദ്രന്റെ മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം ശരിയായിരുന്നില്ല. മേയർ കുറച്ചുകൂടി ജനകീയമായി പ്രവർത്തിക്കേണ്ടതായിരുന്നു. മേയർക്ക് അഹങ്കാരമുണ്ട് എന്ന തരത്തിലുള്ള ശക്തമായ പ്രചരണം വന്നു. അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നും VK പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു. MLAമാർ മന്ത്രിമാരുടെ ഓഫീസിൽ പോയി അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടാണുള്ളതെന്ന് നെയ്യാറ്റിൻകര MLA K. ആൻസലിനും യോഗത്തിൽ വിമർശിച്ചു. എന്നാലും M.V. ഗോവിന്ദൻ ഈ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞപ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരമൊന്നും തിരിച്ചടിയായില്ല എന്ന മറുപടിയാണ് നൽകിയത്. ശബരിമല തിരിച്ചടിയായി എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. അത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പോയതിൽ എന്ത് പിശകാണുള്ളത്, അത് എന്ത് തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് എന്ന മറുചോദ്യമാണ് M.V. ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിച്ചത്. തെരഞ്ഞെടുപ്പിലെ തോൽവി മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടി. കോഴിക്കോടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരമൊരു പെരുപ്പിച്ചു കാട്ടൽ നടന്നത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായിരുന്നേനെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിനെയും M.V. ഗോവിന്ദൻ ന്യായീകരിച്ചു. പത്മകുമാറിന്റെ കുറ്റം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തതുകൊണ്ടാണ് പാർട്ടി നടപടി സ്വീകരിക്കാത്തത്. കുറ്റം അദ്ദേഹത്തിന്റെ സാങ്കേതികമായ പിഴവാണോ അല്ലെങ്കിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമൊന്നും തെളിയിക്കുന്ന ഒരു FIR പോലും മുന്നിലില്ല. പിന്നെ എങ്ങനെയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കേണ്ടത്? പത്മകുമാറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെളിയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു.